അതായത് G-Tech ഈക്വലൈസർ 10 ബാൻഡ് ഈക്വലൈസർ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ്. ഇപ്പൊ സാധാരണ ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ ഇതുപോലെ ഒരു ഈക്വലൈസർ ആണ് സാധാരണ വെക്കാറ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട് എടുക്കാം. അതുകൊണ്ടാണ് കൂടുതലും ഈ ടൈപ്പ് ഇക്വലൈസർ തന്നെ വെക്കാൻ തന്നെ കാരണം. ഇത് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതുള്ളൂ. ഇതൊരു ശരിക്കും സെയിം 2 ബോർഡ് തന്നെയാണ്. ഇതൊരു സ്റ്റീരിയോ ഇക്വലൈസർ ആണ്. അതായത് നമുക്കൊരു 10 ബാൻഡിന്റെ ഒരു സ്റ്റീരിയോ ഇക്വലൈസർ. നമുക്ക് ഈ സൈഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ബേസ് കൂട്ടാൻ സാധിക്കും. സെൻട്രലായിട്ട് ഇതിന്റെ മിഡിന്റെ വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെയാണ് നമുക്കിതിന്റെ ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരുന്നത്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്രിബിളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മളോട് അടുത്ത് ചോദിക്കാറുണ്ട് ഇക്വലൈസറിന്റെ കൂടെ ഒരു ബാസ്റ്റബിൾ ബോർഡ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. വേണമെങ്കിൽ നമുക്കത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല ബേസും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബേസും ട്രിബിളും മിഡ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. എന്നാലും ചിലവർക്ക് ഒരു കൺട്രോളിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ബാസ്റ്റബിളും കൂടെ വെക്കണം. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബാസ്റ്റബിളും കൂടെ വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ഔട്ടിന് ചേഞ്ചസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു അഡീഷണൽ ആയിട്ട് ബാസ്റ്റബിൾ വെക്കുമ്പോൾ ഇതിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള ബാസ്റ്റബിൾ വെച്ചില്ലെങ്കിൽ ഓഡിയോയുടെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല. ഇനി ഇതിന്റെ ബോർഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ കണ്ടില്ല, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള രീതി തന്നെയാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. 16 IC ആണ് ഇതിൻ്റെ അകത്ത് അവർ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ കമ്പോണൻസ് ഒക്കെ എല്ലാം നല്ല ക്വാളിറ്റി ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇതിന്റെ 10 ബാൻഡിന്റെ ഉണ്ട്, അതുപോലെ 5 ബാൻഡിന്റെ ഉണ്ട്. 5 ബാൻഡിന്റെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. ഇത് 10 ബാൻഡിന്റെ സ്റ്റീരിയോ ആണ്. ഇനി ഇതിന്റെ കണക്ഷന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇന്ന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ചാനലിന്റെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇന്ന് ഇവിടെ കൊടുക്കണം. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് ഇവിടെ വരുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ചാനലിന്റെ ഓഡിയോ ഔട്ട് ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് 12 വോൾട്ടേജ് ആണ്. 12 വോൾട്ടേജ് ആണ്. 12 വോൾട്ടേജ് ആണ് നമുക്ക് ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസും കൂടെ ഞാൻ ഇതിനോട് വീഡിയോയുടെ ഇടുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാവുന്നതുള്ളൂ. എന്തായാലും നല്ല ക്വാളിറ്റി ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ളൂ. ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ മേടിക്കുക. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.